എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ആദ്യമായി നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ടാലി ചെയ്യണം. നമ്മുടെ ഇൻകം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ടാലി ചെയ്യണം. അപ്പം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലെ എല്ലാ ഇൻകവും നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സിൽ ഡിക്ലെയർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ GST രജിസ്ട്രേഷനുള്ളൊരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ട്രേഡർ ആണെങ്കിൽ 40 lakhs ക്രോസ് ചെയ്യുമ്പോഴാണ് GST എടുക്കേണ്ടത്. നമ്മളൊരു സർവീസ് പ്രൊവൈഡർ ആണെങ്കിൽ 20 lakhs ക്രോസ് ചെയ്യുമ്പോഴാണ് GST രജിസ്ട്രേഷൻ എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു GST രജിസ്ട്രേഷനുള്ള വ്യക്തിയാണെങ്കിൽ നമ്മുടെ GST റിട്ടേണുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ടാലി ആയിരിക്കണം. അതായത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് ടാലി ചെയ്തിരിക്കണം, നമ്മളുടെ GST റിട്ടേണുമായി ടാലി ചെയ്തിരിക്കണം. അതേപോലെ തന്നെ നമ്മളുടെ ഇത് രണ്ടും നമ്മുടെ ഇൻകം ടാക്സ് ഫയലിങ്ങുമായിട്ട് എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് റിട്ടേണുമായിട്ട് ടാലി ആയിരിക്കണം. ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പം ഒരു 5 ലക്ഷം ഉണ്ട്, ഇൻകം ടാക്സിലും 5 lakhs ആണ്, GSTയിലും 5 lakhs ആണെങ്കിൽ പ്രോബ്ലം ഇല്ല. ഇനി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ 3 lakhs, GSTയിൽ 5 lakhs, ഇൻകം ടാക്സിലും 5 lakhs ആണെങ്കിൽ പ്രോബ്ലം ഇല്ല. നമുക്ക് എന്തുണ്ടായിരിക്കാം, ചിലപ്പോൾ ക്യാഷ് റിസീപ്റ്റ്സ് ആയിട്ടുള്ള ക്യാഷ് സെയിൽസ് ഉണ്ടാക്കാം. അത് നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം നിർബന്ധമില്ല. ഇനി അതേപോലെ തന്നെ ബാങ്കിൽ 7 lakhs, GSTയിൽ 5 lakhs, ഇൻകം ടാക്സിൽ 5 lakhs ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ബാങ്കിൽ 2 ലക്ഷം കൂടുതൽ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, നമ്മളൊന്ന് ഓഡിറ്റ് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം എന്താണ് ആ 2 lakhs എക്സസ് വരാനുള്ള കാരണം എന്നുള്ളത്. കാരണം GSTയുടെയോ ഇൻകം ടാക്സിൻ്റെയോ ഒക്കെ ഒരു നോട്ടീസോ അല്ലെങ്കിൽ ഓഡിറ്റൊക്കെ വന്നാൽ അതൊന്ന് ക്ലാരിഫൈ ചെയ്യും. ഞാനൊരു എക്സാമ്പിളായിട്ട് 5 lakhs 7 lakhs എന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം. അതേപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് GST റിട്ടേണുമായിട്ട് ഇൻകം ടാക്സ് ടാലി ചെയ്തിരിക്കണം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 26As എന്നുള്ളത്. അതായത് പിന്നെ TDS റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യണം, ടാലി ചെയ്തിരിക്കണം. TDSൻ്റെ നമ്മളുടെ ക്രെഡിറ്റ്, TDS ഏത് സെക്ഷനിലാണ്, ഇപ്പം 26As നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 94Cയിൽ ഉണ്ടാകാം, 94Aയിൽ ഉണ്ടാകാം, 94Hയിൽ ഉണ്ടാകാം, 94Jയിൽ ഉണ്ടാകാം. ഇപ്പം പ്രൊഫഷണൽ സർവീസ് ആണെങ്കിൽ ആ ഇൻകം 94Jയിലാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. കോൺട്രാക്റ്റ് ആണെങ്കിൽ 94Cയിലാണെങ്കിലും TDS കട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ കോൺട്രാക്ട് ഇൻകത്തിൽ തന്നെ നമ്മൾ കാണിക്കണം. ഇനി ബാങ്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ 94Aയിലാണ്, അതർ ഇൻകത്തിൽ നമ്മൾ അത് ഡിക്ലെയർ ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ ഏത് ഹെഡ് ഓഫ് ഇൻകമാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുള്ളത് നമ്മൾ 26As നമ്മൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് AIS എന്നുള്ളത്, ആനുവൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇതുമായിട്ട് നമ്മൾ അല്ല TIS-ഉമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യണം നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ. ഇനിയിപ്പം AS-ലുള്ള ഏതെങ്കിലും ഇൻകം നമ്മൾ ഇൻകം ടാക്സ് റിട്ടേണിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ റിട്ടേൺ ഡിഫക്റ്റീവ് റിട്ടേൺ ആക്കി മാറ്റണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ AS-ൽ നമ്മൾ എത്രയാണോ ഇൻകം ഉള്ളത് അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അതേ ഇൻകം നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് റിട്ടേണിൽ നമ്മൾ കാണിച്ചിരിക്കണം. ഈ AS വരുന്നതിന് മുമ്പ് പിന്നെ നമ്മളുടെ ഡീലറോ നമ്മളുടെ ടാക്സ് പേയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ ഇപ്പോൾ CA-കാരോടോ കൺസൾട്ടൻറ്റുമാരോടൊന്നും ഈ ഇൻകം ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കറിയില്ലായിരുന്നു. ഇന്ന് നമുക്കെല്ലാം AS വെച്ചിട്ട് നമുക്കറിയാം ഈ അസസിക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻകം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ AS പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളുടെ ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇനി ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട് ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് റീഫണ്ട് കിട്ടാറില്ല, ചിലപ്പോൾ റീഫണ്ട് ഫെയിൽ ആവാറുണ്ട്. അതെന്താണ് കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ഇൻകം ടാക്സ് പിന്നെ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, പാൻ വാലിഡേഷൻ നടത്തിയിരിക്കണം എന്ന് നിർബന്ധമാണ്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ റീഫണ്ട് ഫെയിലാകുന്നത് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്ത ബാങ്ക് അക്കൗണ്ടും നമ്മളുടെ പാനുമായിട്ട് എന്താവുന്നില്ല, വാലിഡേറ്റ് ആവുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഇൻകം ടാക്സിൻ്റെ മൈ പ്രൊഫൈലിൽ പോയിട്ട് ബാങ്ക് അക്കൗണ്ട്സ് നോക്കി നമ്മൾ എന്ത് ചെയ്യണം, അത് എലിജിബിൾ ഫോർ റീഫണ്ട് ആണോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അല്ല എങ്കിൽ നമ്മളൊന്നിക്കൽ റീവാലിഡേറ്റ് ചെയ്യണം. ഇനി നമ്മളെ കൊണ്ടാകുന്നില്ല എങ്കിൽ ബാങ്കോടൊന്ന് റിക്വസ്റ്റ് കൊടുത്തിട്ട്, അതായത് റീഫണ്ട് വരുന്നില്ല, പാൻ വാലിഡേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഒന്ന് ബാങ്കുമായി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോൾ അവർ പാൻ വാലിഡേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, റീഫണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന് നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തറോലി ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ 26As നോക്കണം. GST റിട്ടേൺ, GST രജിസ്ട്രേഷൻ ഉള്ളവരാണെങ്കിൽ GST റിട്ടേണുമായിട്ട് നമ്മുടെ ഇൻകം ടാലി ആവുന്നുണ്ടോ നോക്കണം. അതേപോലെ തന്നെ AS-മായി ടാലി ആകുന്നുണ്ടോ നോക്കണം. പിന്നീട് ബാങ്ക് അക്കൗണ്ട് പാൻ വാലിഡേഷൻ നടത്തിയിട്ടുണ്ടോ എന്നും കൂടി നോക്കണം. അപ്പോൾ ഒരുപാട് നന്ദി, താങ്ക് യു വെരി മച്ച്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.